100 പഴഞ്ചൊല്ലുകളുടെ 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ 100 പഴഞ്ചൊല്ലും കൂടെ ആവുമ്പോൾ 300 എണ്ണം തികയും. അപ്പോൾ തുടങ്ങാം. 1. പള്ളിയിലിരുന്നാൽ പള്ളേ പോവില്ല. 2. പറന്നു പറന്നു പാടുപെട്ടാലും പകലേക്ക് ചോറില്ല. 3. പണ്ടുണ്ടോ പാണൻ പോത്തു പൂട്ടിയിട്ടുള്ളൂ. 4. പെട്ടിയിൽ പ്രമാണവും കയ്യിൽ കൈക്കോട്ടും. 5. ഭൂരിപക്ഷം ഭൂരിസുഖം. 6. മരിച്ചാലും മറക്കാത്ത വേല ചെയ്യണം. 7. മുക്കാൽ കാതം എടുത്ത് കാൽ കാതം ഇഴയ്ക്കണ്ട. 8. മുക്കിച്ചുമന്നാൽ നക്കി തിന്നാം. 9. മുഖത്തെ വിയർപ്പ് നിലത്ത് വീഴണം. 10. മുമ്പിൽ വന്നാൽ മുമ്പിൽ തിന്നാം. 11. മുളികുത്തിയാൽ മുന്നാഴി കൂടും. 12. യാഗം ചെയ്യുമ്പോൾ കയ്യും പൊള്ളും. 13. രംഗത്തിരിക്കുന്നവൻ തലകുലുക്കണമെങ്കിൽ താണെ കിടക്കണം കലാശം. 14. വിയർത്തവന്റെ വിശപ്പിന് സുഖമുണ്ട്. 15. വിയർപ്പുമണിവള മഹാറാണി. 16. വെയിലിന്റെ വേവ് തണലിലിരിക്കുന്നവൻ അറിയാമോ. 17. വെയിൽ കൊണ്ടെങ്കിലേ തണലിന്റെ ഗുണമറിയൂ. 18. ശ്രമമില്ലെങ്കിൽ ശ്രേയസില്ല. 19. സൂചിക്ക് പോലും കുനിയാത്തവൻ ധൂളി പോലും നേടുകയില്ല. 20. ഹേമത്തിന് കേടില്ല. 21. ഹേമിച്ചിട്ട് ചാമച്ചോറുണ്ണണ്ട. 22. അപ്പം തിന്നാൽ പോരെ കുഴിയെണ്ണണോ. 23. അരച്ചത് കൊണ്ടുപോയി ഇടിക്കരുത്. 24. ആടിനെന്തിനാ ആനച്ചങ്ങല. 25. ആനക്കുട്ടിക്കെന്തിന് കൊടമണി. 26. ഓടാമ്പലും സാക്ഷിയും കൂടി എന്തിന്. 27. കട്ടയ്ക്ക് കാല് നീട്ടിയവന് ഇനി എന്തു വേണം. 28. കണ്ണാൽ കണ്ടത് സാക്ഷിയോ. 29. കണ്ണു പൊടിഞ്ഞിട്ട് ആദ്യത്തെ നമസ്കാരം എന്തിന്. 30. കാക്കയ്ക്കെന്തിന് കറുത്ത കുപ്പായം. 31. കുരങ്ങിനെന്തിനാ പൂമാല. 32. കുരുട്ട് കണ്ണിന് മഷി എഴുതുന്നത് എന്തിന്. 33. കുളിക്കുവാൻ പോകുമ്പോൾ കുടയും വേണ്ട, മരിക്കുവാൻ പോകുമ്പോൾ വടിയും വേണ്ട. 34. കുളിരിനില്ലാത്ത കുപ്പായം എന്തിനാ. 35. കുളം കുഴിക്കുമ്പോൾ കുറ്റി പറിക്കണം. 36. കുഴിയിലേക്ക് നീട്ടിയ കാൽ തൈലം പുരട്ടണം. 37. കുറുക്കൻ എന്തിന് കുറുക്കക്കാളൻ. 38. കുടിൽ കിട്ടുന്ന കോഴിയെ കിട്ടിയിടണോ. 39. കയ്യിൽ പുണ്ണിന് കണ്ണാടി വേണ്ട. 40. കൊങ്കയില മങ്കയ്ക്ക് റൗക്കി എന്തിന്. 41. കൊമ്പില്ലാ കാള എന്തിന്. 42. കോലുകൊണ്ട് കൊല്ലാവുന്നവന് വേലെന്തിന്. 43. കോഴിമുട്ടയ്ക്കുടുക്കുവാൻ കുറുന്തടി വേണം. 44. ചത്തതിനെന്തിന് കുത്തിപ്പൊക്കുന്നു. 45. ചാത്തം കഴിഞ്ഞിട്ട് എന്തിന് പഞ്ചാര. 46. തലയില്ലാത്തവന് തൊപ്പി എന്തിന്. 47. തവിടെന്തിനാ തിരക്കല്ലിലിടുന്നേ. 48. തേനിൽ ഈച്ചയെ പിടിച്ചു വിടണം. 49. തോട്ടത്തിൽ പഴിമിക്കരെ ദൂരെ പോകുന്നത് എന്തിന്. 50. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണണോ. 51. നഗ്നലോകത്തെന്ത് വെള്ളുത്തേടൻ. 52. നട്ടുവൻ്റെ കുഞ്ഞിനെ കൊട്ടിക്കാണിക്കണോ. 53. നട്ടുവൻ്റെ മകന് നാട്യം പഠിപ്പിക്കേണ്ട. 54. നമ്പൂരിക്ക് എന്തിനുണ്ടവല. 55. നരിക്കുട്ടിയെ ഊളിയിടുവാൻ പഠിപ്പിക്കണം. 56. നാട്ടോടെ വന്നതിന് നായ്ക്കെന്ത് ചെയ്തം. 57. നായി അമ്പലത്തിൽ പോകുന്നത് എന്തിന്. 58. നായ്ക്കാട്ടത്തിന് ധൂപം കാട്ടാലോ. 59. നാറുന്ന ചോറിന് പദം നോക്കുന്നത് എന്തിന്. 60. നീന്തുവാൻ തുനിഞ്ഞാൽ ആഴമറിയണം. 61. പട ജയിച്ചവന് കച്ചകെട്ടത് എന്തിന്. 62. പടയ്ക്ക് പോകുമ്പോൾ നരപിടുങ്ങുന്നത് എന്തിന്. 63. പട്ടിക്കാടിന് ചുവപ്പ് തുപ്പട്ട എന്തിന്. 64. പന്നിക്കെന്തിന് പാരക്കോല്. 65. പഴമ്പായ്ക്കെന്തിന് മഞ്ഞൾ തേക്കുന്നു. 66. പാമ്പിൻ കുഞ്ഞിനെ നീന്തു പഠിപ്പിക്കണം. 67.
പാൽപ്പായസം കുടിച്ചവന് പനങ്കാടി എന്തിന്? 68 പച്ചക്കരി വേറ് വെക്കണോ? 69 പ്ലാപ്പഴത്തിൽ ഈച്ചയെ വിടാറുണ്ടോ? 70 ബസറയിലേക്ക് ഈന്തപ്പഴം കയറ്റണ്ടേ? 71 ഭോജനമില്ലാഞ്ഞാൽ ഭാജനം വേണമോ? 72 മക്കായിക്ക് പോണോ കൊക്കു പിടിക്കാൻ? 73 മല പോലെ ബ്രാഹ്മണൻ പോണു പിൻകുടയ്ക്കാം ആകാശയോ? 74 മലയാളം ഭാഷയ്ക്ക് തുപ്പായി വേണം? 75 മാംവെള്ളത്തിന് ചെമ്പുതറ എന്തിനാ? 76 മീൻകുഞ്ഞിനെ നീന്തു പഠിപ്പിക്കണം? 77 മുടിവെച്ച തലയിൽ ചുഴിക്കുറ്റം നോക്കുന്നതെന്തിന്? 78 മുണ്ടുണ്ടെടുക്കാത്ത നാട്ടിൽ കോണവക്കാരൻ ദൂർത്തൻ? 79 മുണ്ടുടുക്കാത്ത നാട്ടിൽ വെളുത്തോടൻ അധികപ്പെറ്റ്? 80 മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കണം? 81 മുള്ളിന് മുന കൊടുത്താലോ? 82 മൂക്കില്ലാത്ത നാട്ടിൽ കസ്തൂരി എന്തിന്? 83 മേയാൻ പോകുന്ന മാടുകൊമ്പിൽ പുല്ലു കെട്ടിക്കൊണ്ടു പോകണം? 84 മേയാൻ പോണ പയ്യനെന്തിനാ പുല്ലൂട്ടി? 85 മൊയിലിയാർക്ക് ഉറുക്കെഴുതണ്ടോ? 86 രണ്ട് കണ്ണും പൊട്ടിയവൻ എന്തിന് ആദിത്യ നമസ്കാരം? 87 വില്ലില്ലാത്തവൻ എന്തിനമ്പ്? 88 വിറ്റ പശുവിന് പുല്ലന്വേഷിക്കേണ്ട? 89 വെള്ളരി പറിച്ചാൽ കറി എന്താണെന്ന് ചോദിക്കണ്ടല്ലോ? 90 വേരറുത്താൽ പിന്നെ കമ്പ് വെട്ടണോ? 91 വേര് കണ്ടാൽ അറിയുന്നവർക്ക് ഇല പറിച്ച് കാട്ടേണ്ട? 92 ഹോമിക്കാൻ കൊടുത്തത് തീയിലിട്ടോ വായിലിട്ടോ എന്നറിയണം? ഇനി കുറച്ച് അനിശ്ചിതത്തിൻ്റെ, അതായത് 2 അനിശ്ചിതത്തിൻ്റെ പഴഞ്ചൊല്ലുകൾ പറയാം. 93 ഭാഗ്യവും ഭവിഷ്യത്തും ആർക്കും അറിവില്ല? 94 മുഴത്തിന് 3000 അപ്പോൾ ചാണിനോ? ഇനി അനുകരണത്തിൻ്റെ 2 പഴഞ്ചൊല്ലുകൾ. 95 തത്തമ്മേ പൂച്ച പൂച്ച. 96 പുള്ളുവൻ പാടുന്നതേ വീണ പാടൂ. ഇനി അനുഭവത്തിൻ്റെ പഴഞ്ചൊല്ലുകൾ. 97 കണ്ടവൻ കരയേണ്ട വരില്ല. 98 കണ്ടറിയാഞ്ഞാൽ കൊണ്ടറിയും. 99 കണ്ടാൽ ചന്തം വായിൽ പോകില്ല. 300 കണ്ടുവരേണ്ടത് പറഞ്ഞു കേട്ടാൽ മതിയോ? ഇത്രയും ആയപ്പോൾ 3 വീഡിയോകളിലായി 300 പഴഞ്ചൊല്ലുകൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്ത 100 പഴഞ്ചൊല്ലുകൾ അടുത്ത ഭാഗത്തിലാവാം. തുടരുന്നു.